ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്, നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ ഓരോ പ്രൊഡക്റ്റും പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സൂപ്പർ കോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഞ്ഞ യെല്ലോ ഐക്കണിൽ നിങ്ങൾക്ക് ഒരു കോയിൻസ് ലഭിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കോയിൻസൊക്കെ എന്തിനാണ് ഈ കോയിൻസ് ലഭിക്കുന്നത് പല ആളുകൾക്കും അറിയില്ല. ഓക്കെ, ഇതുകൊണ്ട് എന്താണ് നമുക്ക് പ്രയോഗം? ഇതുകൊണ്ട് നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും, ഒരുപാട് പ്രയോജനമുണ്ട്. മീൻസ് ഇപ്പോൾ നമുക്ക് 450 രൂപയുടെ ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ സൂപ്പർ കോയിൻസിൻ്റെ ഓഫർ ചിലപ്പം ആ ഒരു പ്രൊഡക്റ്റിൽ കാണിക്കുന്നുണ്ടെങ്കിൽ 10-15 രൂപയ്ക്ക് നിങ്ങൾക്ക് കുറച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി, ബാക്കി സൂപ്പർ കോയിൻസ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അതൊന്നും അല്ല കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കിട്ടുന്ന സൂപ്പർ കോയിൻസുകളില്ലേ, ഇതൊക്കെ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് എങ്ങനെ റെഡീം ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഇതിനായിട്ട് നമ്മളൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ടാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാൻ പോകുന്നതാണ് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ ബാങ്കിലേക്ക് റെഡീം ചെയ്ത് എടുക്കേണ്ടതുള്ള കാര്യങ്ങളൊക്കെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്കൊരു 400 സൂപ്പർ കോയിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ 100 രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഇത് ട്രാൻസ്ഫർ ചെയ്യും. അതായത് നേരെ നമുക്ക് ബാങ്ക് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ? എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും. ഓക്കെ, അപ്പം എങ്ങനെയാണ് അതിൻ്റെ മെത്തേഡും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ സ്ക്രീൻ റെക്കോർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പം ഇതുപോലെ ഉപകാരമുള്ള യൂസ്ഫുൾ ആവുന്ന ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റ ഐ ഡി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ വീഡിയോക്ക് ജസ്റ്റ് ഒന്ന് ലൈക്കും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് വെച്ചേക്കേ. ഓക്കെ, അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. 4.5 സ്റ്റാർ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഒരു ആപ്ലിക്കേഷനിൽ. സ്നാപ്പ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഫോൺ നമ്പർ, പാസ്വേഡും. അത് നിങ്ങൾ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും. അതാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ക്രിയേറ്റ് അക്കൗണ്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ നെയിം, ഇമെയിൽ, ഫോൺ നമ്പർ, പാസ്വേഡ്, കൺഫേം പാസ്വേഡ്, റെഫറൽ കോഡ് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നുണ്ട്. അത് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം സൈനിങ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഓക്കെ, സൈൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പറും അതുപോലെ തന്നെ ആ ഒരു പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് സൈൻ ചെയ്യാവുന്നതാണ്. ശേഷം നിങ്ങൾക്ക് എംപിൻ ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. എംപിൻ ഇട്ട് കൊടുക്കുക. കാരണം നിങ്ങൾ റീചാർജ് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾ UP പോലെയുള്ള ഒരു സാധനമാണ് എംപിൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. മെസ്സേജ് ഇപ്പോൾ ഓക്കെ, പെർമിഷൻസ് കാര്യങ്ങളൊക്കെ അലോ ചെയ്ത് കൊടുക്കുക. സോ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ മെയിൻ ഇൻ്റർഫേസിൽ വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റെൻറ്റ്, പേയ്മെൻറ്റ്, ക്രെഡിറ്റ് കാർഡ്, ബിൽസ്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമുക്കിവിടെ ആദ്യം KYC കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ ആധാർ കാർഡും ഡീറ്റെയിൽസൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി KYC കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഞാൻ എൻ്റെ അപ്ലോഡാണ് KYC. ഓക്കെ, KYC ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നില്ല. ഞാൻ ആകെ ഉൾക്കൊള്ളിക്കുന്നത് അല്ലെങ്കിൽ തന്നെ വീഡിയോ ലെങ്ത്താണ്. ഉൾക്കൊള്ളിക്കുന്നത് ഞാൻ ഇത് ഫ്ലിപ്കാർട്ടിൻ്റെ സൂപ്പർ കോയിൻസ് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയാണ്. ഓക്കെ, അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ താഴത്ത് കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾ യൂട്ടിലിറ്റി പേയ്മെൻറ്റ് എന്ന ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബെനഫിറ്റ് ആയിട്ട് ആരാണ് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ആണെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. IFSC കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്തതിന് ശേഷം സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നൊന്നും പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ചെയ്തിട്ട് ശേഷമാണ് ബാക്കിയുള്ള പ്രൊസീജിയർ ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും ബെനിഫിറ്റ് ഫോൺ നമ്പർ ക്യാൻ ബി സെയിം ആസ് സെൻറ്റർ. അതായത് നിങ്ങൾ ഈ ഒരു ഫോൺ നമ്പർ ജസ്റ്റ് നിങ്ങളുടെ മറ്റുള്ള രണ്ടാം നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ, കാരണം നമ്മൾ ഈ നമ്പർ വെച്ചിട്ടാണല്ലോ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു നമ്പറിൽ തന്നെ ചിലപ്പം ബെനിഫിറ്റ് ആഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഫാമിലിയിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരുടെയെങ്കിലും മൊബൈൽ നമ്പർ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അതൊന്നും വലിയ റിസ്ക്കുള്ള പരിപാടിയല്ല. അങ്ങനെ ഞാൻ വേറൊരു നമ്പർ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ
നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു OTP വരുന്നതായിരിക്കും. ഒരു OTP എൻട്രും കൂടി വന്നു കഴിഞ്ഞാൽ കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ ബെനിഫിറ്റ് അതായത് ആഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എത്രയാണ് എമൗണ്ട് ട്രാൻസാക്ഷൻ ചെയ്യുന്നത്, നിങ്ങളുടെ 400 സൂപ്പർ കോയിൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 100 രൂപ നിങ്ങളിവിടെ എൻ്റർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 400 രൂപ എൻ്റർ ചെയ്യുന്നുണ്ട്. എൻ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഏതാണോ എഡ്യൂക്കേഷൻ പേയ്മെൻറ്റ്, ഞാൻ ജസ്റ്റ് എഡ്യൂക്കേഷൻ പേയ്മെൻറ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം റിസീവറാണോ സെൻറ്ററാണോ, അത് നിങ്ങൾ സെൻറ്റർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക, സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പേ വിത്ത് റിവാർഡ്സ് എന്ന്, നിങ്ങൾ അതിലാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ, ഇവിടെ ഡെബിറ്റ് കാർഡ് ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ പേ വിത്ത് റിവാർഡ്സ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ടു പേ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇതുപോലെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാനുള്ള പേജിലോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ ഒരു OTP നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെരിഫൈ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും സൂപ്പർ കോയിൻസ്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ളത് 300 കോയിൻസാണ്, 300 അല്ല 398 ഉള്ളത്. സോ ഇതിൽ 100 to 100 ഇത് കാണിക്കൊള്ളും. അപ്പം 300 കോയിൻസ് ഉണ്ട്. 400 കോയിൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ 100 രൂപ കിട്ടും. 100 കോയിൻസ് എന്ന് പറഞ്ഞാൽ 25 രൂപയാണ് കേട്ടോ. അങ്ങനെ 400 കോയിൻസിന് 100 രൂപയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 75. അപ്പം എനിക്കിപ്പം ഇവിടെ പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അതായത് 400 രൂപയല്ലേ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ട്രാൻസാക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, അപ്പം അതിൽ നിന്ന് എമൗണ്ട് ബാക്കി ഒഴിച്ച് കഴിഞ്ഞാലുള്ള എമൗണ്ടാണ് ഈ കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അപ്പം നമുക്ക് ഈ ഒരു സൂപ്പർ കോയിൻസ് 400 ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 100 രൂപയാണ് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ ട്രാൻസാക്ഷൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടോട്ടൽ പേബിൾ എമൗണ്ട് 308. അതിൽ സൂപ്പർ കോയിൻസ് സേവിങ്ങിൽ വരുന്നത് 75 രൂപ. അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 233 രൂപയാണ് നമ്മളിവിടെ പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ 100 രൂപയാണെങ്കിൽ ആ 400 കോയിൻസ് ഉണ്ടെങ്കിൽ ആ 100 രൂപ നിങ്ങൾ ഈ സൂപ്പർ കോയിൻസ് വെച്ചിട്ട് തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഞാനവിടെ 300 രൂപ എൻ്റർ ചെയ്ത് കൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് എന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ 100% തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് വർക്കിംഗ് ആണ്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്യാഷ് റിസീവ് ആയിട്ടുണ്ട്. അതിൻ്റെ പ്രൂഫ് ഞാൻ വഴി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വലത് ഭാഗത്ത് കാണാൻ പറ്റുന്നതാണ് ഇതിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത്. സോ ഓക്കെ, അപ്പം അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 25 ഡിസ്കൗണ്ട് അറ്റ് സ്നാപ്പ് പേ. ഓക്കെ, അപ്പോൾ 100 കോയിൻസിന് 25 രൂപ വെച്ചിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.